ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടീം ഷെക്കേനയുടെ നേതൃത്വത്തിൽ നമ്മുടെ ഷെക്കേന ന്യൂസിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ വചനമെന്ന ഈ 10 ദിനങ്ങളിലെ ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ദൈവവചനത്തിൻ്റെ അത്ഭുത ശക്തിയും പരിശുദ്ധ വചനത്തിൻ്റെ മാധുര്യവും കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്തമായ അഭിഷേകവും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും കുടുംബങ്ങളിലേക്കും നമ്മുടെ കൂട്ടായ്മകളിലേക്കും തിരുസഭ മുഴുവനിലേക്കും സ്വന്തമാക്കി കാലത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് കർത്താവിനും തിരുസഭയ്ക്കുമായി കത്തിജ്വലിക്കുന്ന തീ പിടിച്ച ആത്മാക്കളായി നമ്മളെല്ലാം രൂപപ്പെടുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന കൃപയുടെ ശുശ്രൂഷയാണ് കർത്താവിൻ്റെ വചനമെന്ന ഈ 10 ദിനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ആത്മീയ ശുശ്രൂഷ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്തമായ ശക്തി നമ്മൾ മനസ്സിലാക്കണം. ഒരു സെക്കൻഡ് എല്ലാവരും ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. പരിശുദ്ധ ബൈബിൾ ഇത് വെറും ഒരു കഥാപുസ്തകമല്ല, നിത്യജീവന്റെ വചസ്സുകളാണ് കർത്താവിൻ്റെ പരിശുദ്ധ ബൈബിളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ഇത് ജീവന്റെ വചനങ്ങളാണ്. നമ്മുടെ നിത്യരക്ഷയ്ക്ക് ഉപകരിക്കുന്ന കർത്താവിൻ്റെ തിരുവെഴുത്തുകളാണ് പരിശുദ്ധ ബൈബിളിലുള്ളത്. നമ്മെ സുഖപ്പെടുത്തുവാൻ, വിശുദ്ധീകരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ, അഭിഷേകം ചെയ്യുവാൻ, കാലത്തിന് പ്രത്യേകതകൾ മനസ്സിലാക്കി കൃപയോടെ ജീവിക്കുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തെ നമുക്ക് ഹൃദയം തുറന്ന് സ്നേഹിക്കാം. എൻ്റെ സഹോദരങ്ങളെ, വളരെ പ്രാർത്ഥനയോടെ നിങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 119 സങ്കീർത്തനം 18 വചനത്തിൽ സങ്കീർത്തകൻ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്. അങ്ങയുടെ പ്രമാണങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. കർത്താവേ, അവിടുത്തെ വചനങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ, ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ എൻ്റെ ഹൃദയ ദൃഷ്ടികളെ പ്രകാശിപ്പിക്കണമേ. എൻ്റെ ആന്തരിക നയനങ്ങളെ തുറക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നാൽ മാത്രമാണ് പരിശുദ്ധ വചനത്തിൻ്റെ മർമ്മങ്ങൾ, വെളിപാടുകൾ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. സങ്കീർത്തകനോട് ചേർന്ന് നമുക്കും വിശ്വാസത്തോടെ പറയാം, കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ വൈശിഷ്ട്യം ദർശിക്കാൻ എൻ്റെ കണ്ണുകളെ തുറന്നു തരണമേ, എൻ്റെ ഹൃദയത്തെ തുറക്കണമേ. ഈ ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും നമ്മൾ ഉത്തരം പരിശുദ്ധ വചനത്തിലുണ്ട്. കർത്താവ് നമുക്ക് തരുന്ന ഓരോ ആലോചനയാലും പരിശുദ്ധ ബൈബിൾ സമ്പന്നമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16:14 വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, തങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തീത്തിര പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. പൗലോസ് പറഞ്ഞ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ലിദിയയുടെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഈ വചന ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ ദൈവവചനത്തിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ, പരിശുദ്ധ വചനത്തിന്റെ ശക്തിയും അഭിഷേകവും സ്വന്തമാക്കുവാൻ, കർത്താവിന്റെ വചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവശക്തിയുടെ അനുഭവം സ്വന്തമാക്കുവാൻ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയം തുറക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിന്റെ ഹൃദയത്തെ തുറക്കണമേ. വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുവാൻ, ദൈവവചനത്തിലേക്ക് വേരൂന്നി ജീവിക്കുവാൻ, പരിശുദ്ധ വചനത്തെ ചങ്കായി സ്നേഹിക്കുവാൻ, എന്ത് വില കൊടുത്തും കർത്താവിന്റെ വചനത്തെ അനുസരിക്കുവാൻ, എവിടെയും എപ്പോഴും പരിശുദ്ധ വചനത്തെ കാക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ കർത്താവേ എന്റെ ഹൃദയത്തെ തുറക്കണമേ.
എന്റെ ആന്തരിക നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. കർത്താവിന്റെ വചനമേ ഞങ്ങളോട് സംസാരിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഇറങ്ങുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മ വചനത്തിന്റെ ആത്മാവാണ്, വചനത്തിന്റെ ശക്തിയാണ്. പരിശുദ്ധാത്മ വചനത്തിന്റെ ചൈതന്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ആത്മാവ് ഇറങ്ങട്ടെ. വചന ശക്തിയായി, വചനാഭിഷേകമായി പതിനായിരങ്ങളിൽ ജനലക്ഷങ്ങളിൽ ആത്മാവിന്റെ തീ പടരട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. കർത്താവേ, വചനമയച്ച് ഞങ്ങളെ ബലപ്പെടുത്തണമേ. വചനത്തിലൂടെ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളെ അനോയിന്റ് ചെയ്യണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരമുയർത്തി സ്വരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള വചനമേ, പരിശുദ്ധ വചനമേ, കർത്താവിന്റെ വചനമേ, ഞങ്ങൾ ആത്മാക്കളെ ഉണർത്തണമേ. ഞങ്ങളെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനമാധുര്യം അനുഭവിച്ച് പരിശുദ്ധ വചനത്തിൽ ആനന്ദിക്കുവാൻ ആത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. കരങ്ങളടിച്ച് കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് വലിയ ആനന്ദത്തോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. ആരെല്ലാം പരിശുദ്ധ വചനത്തെ കണ്ടുമുട്ടുന്നുവോ അവിടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുന്നു. അവിടെ ജീവിതങ്ങൾ ആനന്ദത്തിന്റെ ജീവിതങ്ങളാകുന്നു. അപ്രകാരമുള്ള ജീവിതങ്ങൾ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ദിനംതോറും വളരുന്നു. ഹല്ലേലൂയ. ആനന്ദത്തോടെ കരമടിച്ചു പാടുന്നു. ആമേൻ. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് ആത്മാവിൽ ആനന്ദമുണ്ട്. ആനന്ദമുണ്ട്, ആനന്ദമുണ്ട്, എനിക്ക് യേശുവിൽ ആനന്ദമുണ്ട്. ചേർന്നെല്ലാവരും പാടിക്കേ. അഭിഷേകം, അഭിഷേകം ഇറങ്ങട്ടെ. ആമേൻ. അനേക ആയിരങ്ങളിലേക്ക് പരിശുദ്ധ വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. റിലീസ് വേർഡ് ഓഫ് ഗോഡിന്റെ പവർ അനേകരിൽ നിറയട്ടെ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹത്തോടെ ഒന്നിച്ചു പാടുക. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥന് ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. കർത്താവേ, കൃപ ചൊരിയണമേ. പരിശുദ്ധ വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ. വിടുതലുണ്ട്. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് പാടിക്കേ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കുടിച്ച സ്വരത്തിൽ ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ. ഈശോയേ, കൃപ ഒഴുക്കണമേ, കൃപ ചൊരിയണമേ. കർത്താവിന്റെ വചനമേ, പരിശുദ്ധ വചനമേ, ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ, കൃപൊഴുകട്ടെ. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ആത്മശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. വ്യക്തി ജീവിതത്തിലേക്ക്, കുടുംബങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, സമൂഹങ്ങളിലേക്ക്, തിരുസഭ മുഴുവനിലേക്ക്, ലോകരാജ്യങ്ങളിൽ എല്ലാ ജനപദങ്ങളിലേക്കും പരിശുദ്ധ വചനത്തിൽ അനന്തമായ കൃപയും അനന്തമായ ശക്തിയും അനന്തമായ അഭിഷേകവും ഒഴുകപ്പെടട്ടെ. റിലീസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ.
ആത്മാവിനെ വർഷിക്കണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്, ജീസസ്. കർത്താവേ സ്തുതിക്കുന്നു. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മ നിറവുണ്ട്. കർത്താവിന്റെ വചനമേ, പരിശുദ്ധ വചനമേ, പ്രാർത്ഥിക്കുമ്പോൾ ആത്മ നിറവുണ്ട്. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ശൗസേ പിതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ആമേൻ, ആമേൻ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനമെന്ന ഈ ശുശ്രൂഷ സ്വർഗം നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഈ അന്ത്യനാളുകളിൽ യുഗാന്ത സഭയിൽ പരിശുദ്ധ വചനത്തിലേക്ക് വേരൂന്നിക്കൊണ്ട് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരായി എവിടെയും എപ്പോഴും പരിശുദ്ധ വചനത്തെ കാക്കുന്നവരായി ദൈവവചനത്തെ ജീവിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമായി മാറുവാൻ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മെ സഹായിക്കുകയാണ്. നമുക്കറിയാം ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത. എൻ്റെ സഹോദരങ്ങളെ, കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന് മുന്നറിയിപ്പുകൾ എന്താ നമ്മോട് വിളിച്ചു പറയുന്നത്? നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ അർജൻസിയാണ്, അതിൻ്റെ പ്രാധാന്യവും ഈ സമയത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ നല്ലതുപോലെ തിരിച്ചറിയണം. വിശ്വാസത്യാഗവും ദൈവനിഷേധവും ദൈവദൂഷണവും വഴിവിട്ട ലൈംഗിക രാജകത്വങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എന്നു വേണ്ട ലോകരാജ്യങ്ങളിൽ എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളും അരാജകത്വങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നൊരു സമയം. ഈ തലമുറയെ നോക്കി ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 40-ാം വചനം. കർത്താവിൻ്റെ വചനം പറയുന്നു, അവൻ മറ്റു പല വചനങ്ങളാലും അവർക്ക് സാക്ഷ്യം നൽകുകയും ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവനെന്ന് ഉപദേശിക്കുകയും ചെയ്തു. എൻ്റെ സഹോദരങ്ങളെ, പെന്തക്കുസ്ത തിരുനാളിൽ പരിശുദ്ധാത്മ നിറവിൽ പത്രോസ്ലീഹ പരിശുദ്ധ വചനം പ്രഘോഷിക്കുകയാണ്. ഈ പ്രഘോഷണ വേളയിൽ വ്യക്തമായി സ്ലീഹ പറഞ്ഞു, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന്, എല്ലാവരും ശ്രദ്ധിക്കണമേ, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ വചനം നമ്മുടെ ആത്മാവിൻ്റെ പോഷണമാണ്. കർത്താവിൻ്റെ വചനം ആത്മാവിൻ്റെ പോഷണമാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ആത്മനാശമാണ് പിശാചിന്റെ ലക്ഷ്യം. ആത്മാക്കളെ നശിപ്പിക്കുക. സാത്താന്റെ നിത്യവാസ സ്ഥലമായ നരകത്തിൽ, ആ നിത്യനരകത്തിൽ, നിത്യശിക്ഷാവിധിയിൽ നമ്മളെല്ലാം എത്തിച്ചേരുവാനാണ് പിശാച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആത്മാക്കൾക്ക് നാശം വരുത്തുവാൻ പാപക്കെണികള്, പാപത്തിൻ്റെ പ്രലോഭനങ്ങള് വിവിധ രൂപങ്ങളിൽ, വിവിധ തലങ്ങളിൽ, വിവിധ വേഷങ്ങളിൽ, പല വിധത്തിലും ആത്മാക്കളെ കെണികളിൽപ്പെടുത്തി, ചതിയിൽപ്പെടുത്തി, വഞ്ചനയിൽപ്പെടുത്തി നിത്യനാശത്തിലേക്ക് ഇന്ന് പിശാച് അസംഖ്യം ആത്മാക്കളെ നയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. പത്രോസ്ലീഹ സഭയോട് മുന്നറിയിപ്പ് കൊടുക്കുക, നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. ഏതിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? ഈ ദുഷിച്ച തലമുറയിൽ നിന്ന്. പാപം നിറഞ്ഞ, അശുദ്ധിയും മ്ലേച്ഛതയും എല്ലാവിധ അരാജകത്വം നിറഞ്ഞ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ ഉറപ്പുവരുത്തി നമ്മൾ ജീവിക്കണം. അപ്പോസ്തലൻ പൗലോസ് ഇതേ സത്യം തന്നെയാണ് വീണ്ടും സഭയെ പഠിപ്പിക്കുന്നത്.
ഫിലിപ്പി സഭയ്ക്ക് ഇത് ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളത് പോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ വചനത്തിലൂടെയെല്ലാം ആത്മ വ്യക്തമായി പറയും, നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. നമുക്കൊരു ആത്മാവുണ്ട് പ്രിയപ്പെട്ടവരെ. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന്, മറ്റ് കർത്താവിൻ്റെ സൃഷ്ടികളിൽ നിന്ന് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മനുഷ്യൻ ആത്മജീവിയാണ്. നമ്മൾ ആത്മാവുള്ളവരാണ്. നമ്മളിവിടെ തിന്നും കുടിച്ചും മതിച്ച് രമിച്ചും ഈ ലോകത്തിൽ തീർന്നു പോകാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു നിത്യതയുണ്ട്, നമുക്കൊരു നിത്യമായ ജീവിതമുണ്ട്. ഈ സത്യമാണ് പരിശുദ്ധ ബൈബിളിൽ നമ്മോട് പ്രഖ്യാപിക്കാനുള്ളത്. നിങ്ങൾ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ, ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുവിൻ. ഈ ഒരു കാലത്തിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23-ാം വചനത്തിൽ വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, അവരുടെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ പാപികളുടെ അതിക്രമം, പാപികളുടെ പാപത്തിന്റെ മ്ലേച്ഛതകള് അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ ഉഗ്രഭാവമുള്ളവനും തന്ത്രശാലിയുമായ ഒരു രാജാവ് ഉയർന്നു വരും. നിങ്ങൾ ശ്രദ്ധിച്ച്, പാപികളുടെ അതിക്രമം പൂർണ്ണരൂപം, എല്ലാവിധ പാപത്തിന്റെ, മ്ലേച്ഛതയുടെ, അശുദ്ധിയുടെ, തിന്മയുടെ, വക്രതയുടെ, അനീതിയുടെ, ദുഷിപ്പിന്റെ ആ പൂർണ്ണ രൂപം പ്രാപിക്കുന്ന ആ ഒരു സമയം, ഏതാണ്ട് ഈ വചനം നിവൃത്തിയാകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എല്ലാവിധ പാപ മ്ലേച്ഛതകള് അതിന്റെ ക്ലൈമാക്സിൽ പൂർണ്ണ രൂപത്തിൽ എത്തി നിൽക്കുന്ന ഒരു സമയം. എൻ്റെ സഹോദരങ്ങളെ, ഈ സമയം തിരിച്ചറിയാതെ നമ്മൾ പോകരുത്. ഇവിടെയാണ് പരിശുദ്ധ വചനത്തിന്റെ പ്രസക്തി. ഇത് വെറും അബ്രഹാമിന്റെ കഥ പറയുന്ന പുസ്തകമല്ല സഹോദരങ്ങളെ, ഇത് കാലഹരണപ്പെട്ട പുസ്തകമല്ല. ഇന്ന് അനേകര് തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് പലരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഇതൊരു വെറും ഒരു പുസ്തകം, ഒരു കഥാപുസ്തകം പോലെ, ഒരു ചരിത്ര പുസ്തകം പോലെ അല്ല പരിശുദ്ധ ബൈബിൾ. ഇത് കർത്താവിന്റെ പുസ്തകമാണ്, നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ്. നമ്മുടെ ആത്മരക്ഷയ്ക്ക് ഉതകുന്ന സകലതും തന്റെ പരിശുദ്ധ വചനത്തിൽ കർത്താവ് നമുക്കായി നൽകിയിട്ടുണ്ട്. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപികളുടെ അതിക്രമം അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ, എല്ലാവിധ മ്ലേച്ഛതകളും അക്രമങ്ങളും അനീതികളും തിന്മകളും ദുഷിപ്പുകളും അതിന്റെ പൂർണ്ണ രൂപം പ്രാപിക്കുമ്പോൾ, സഹോദരങ്ങളെ, നമ്മൾ ആ ഒരു സമയത്തിലാണ്. അടുത്ത ദിവസങ്ങളിൽ മീഡിയയിലൂടെ വരുന്ന വാർത്തകൾ എന്താ? എന്തൊക്കെ വാർത്തകളാണ് വരുന്നത്? മ്ലേച്ഛതയുടെയും അരാജകത്വത്തിൻ്റെയും വാർത്തകൾ. ഇതൊന്നും രണ്ടൊന്നല്ല പ്രിയപ്പെട്ടവരെ, ഇനി പുറത്തു വരാത്ത ഇതുപോലെയുള്ള എത്രയെത്രയോ സംഭവങ്ങൾ ഈ നാളുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെയാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ സാധിക്കുന്നവർ ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ദൈവവചനത്തിൻ്റെ ശക്തിയിലും കൃപയിലൊക്കെ നിറയാൻ, നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തിൻ്റെ തീയിറങ്ങാൻ, നമ്മുടെ മക്കളിൽ വചനാഭിഷേകം നിറയാൻ, നമ്മുടെ തലമുറകളിൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ നിയോഗങ്ങളൊക്കെ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്യുക. പറ്റുന്നവരെ നിങ്ങൾ നിയോഗങ്ങൾ വിളിച്ചു പറയുക. നമ്മൾക്ക് ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കൃപയ്ക്കായിട്ട് യാചിക്കാം. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അപ്പൊ പരിശുദ്ധ വചനം നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ്. എല്ലാവരും ശ്രദ്ധിച്ച്, കർത്താവിന്റെ വചനം നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണമാണ്, ആത്മാവിനുള്ള പോഷണമാണ്. ഈ സത്യം മനസ്സിലാക്കി സഹോദരങ്ങളെ, നമ്മൾ ധാരാളം എല്ലാ ദിവസവും നമ്മൾ വചനം നന്നായി ഭക്ഷിക്കണം. ശ്രദ്ധിച്ചേ, കർത്താവിന്റെ വചനം, പരിശുദ്ധ വചനം നമ്മൾ നല്ലതുപോലെ ഭക്ഷിക്കണം. വചനം ഭക്ഷിച്ച് 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 വചനത്തിന്റെ തീനാവുകളായി ഈ തലമുറയിൽ
നമ്മൾ കർത്താവിനും സഭയ്ക്കും വേണ്ടി ജ്വലിക്കുന്ന ആത്മാക്കളായി മാറണം. യാക്കോബ് ശ്ലീഹ സഭയെ പഠിപ്പിക്കുകയാണ്, കർത്താവിൻ്റെ വചനം ആത്മാവിൻ്റെ പോഷണമാണെന്നുള്ള ആ വലിയ യാഥാർത്ഥ്യം ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. യാക്കോബ് ശ്ലീഹ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ തിരുവചനം. ആ വചനം എല്ലാവരും ഒന്നിച്ചു വായിച്ച്. ആകയാൽ എല്ലാ അശുദ്ധിയും, ഈ കാലത്തിന്റെ പ്രത്യേകത അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവിധ അശുദ്ധികളും വർദ്ധിച്ചു വരുന്ന തിന്മകളും നമ്മൾ ഉപേക്ഷിച്ച് നമ്മിൽ പാകിയിരിക്കുന്നതും നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ, ശ്രദ്ധിച്ച്, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ, കർത്താവിന്റെ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള പൂർണ്ണമായ കഴിവ് കർത്താവിന്റെ വചനത്തിനുണ്ട്. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ശ്രദ്ധിച്ച്, നിങ്ങള് എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ രക്ഷിക്കുവാനുള്ള കഴിവ്, ശക്തി പരിശുദ്ധ വചനത്തിനുണ്ട്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ വചനം ആത്മാവിൻ്റെ പോഷണമാണ്. ഈ കാലഘട്ടത്തിലെ വിവിധങ്ങളായ തിന്മകളിലും മ്ലേച്ഛതകളിലും അരാജകത്വങ്ങളിലും പാപസുഖങ്ങളിലും ജഡിക സുഖങ്ങളിലും ലോകസുഖങ്ങളിലും ഉൾപ്പെടുത്തി അനേകം ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് പിശാച് നയിക്കുമ്പോൾ, എൻ്റെ സഹോദര സഹോദരി, ഞാനും നിങ്ങളും തിരിച്ചറിയണം, നമ്മുടെ ആത്മാക്കൾക്ക് നാശം വരാതെ, നമ്മുടെ ആത്മാക്കൾക്ക് കേടുവരാതെ അതിനെ സൂക്ഷിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന, അതിനെ ദൈവകൃപയിൽ നിരന്തരം വളർത്തുന്ന കർത്താവിൻ്റെ അത്ഭുത വചനമാണ് സഹോദരങ്ങളെ പരിശുദ്ധ വചനം. പരിശുദ്ധ വചനം. നമുക്കൊരു കോള് നമുക്ക് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. വേണ്ടിട്ടാണ് ഒരു വർഷമായി ഓപ്പറേഷൻ ചെയ്തത്. അതിന് എല്ലിന് ഓപ്പറേഷൻ ചെയ്ത് ഒരു വർഷമായിട്ടും അത് പുറത്തേക്കില്ല. അതിന്റെ ഇടയ്ക്ക് പുള്ളിക്ക് സ്ട്രോക്ക് വന്നു. ഒരു വശം തളർന്നു, ഒരു വശം തളർന്നു, ഒരു വശം തളർന്നു കഴിഞ്ഞിട്ട് കൈ പൊട്ടും പൊങ്ങുന്നില്ല, നടന്നു തുടങ്ങി. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ശ്രദ്ധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. 107-ാം സങ്കീർത്തനം 20-ാം വചനം പറയുന്നു, കർത്താവ് വചനമയച്ചവരെ സൗഖ്യമാക്കി, കർത്താവ് വചനമയച്ചവരെ സുഖപ്പെടുത്തി. അപ്പോൾ കർത്താവിൻ്റെ വചനം സൗഖ്യത്തിൻ്റെ വചനമാണ്. കർത്താവിൻ്റെ വചനം നമ്മെ സുഖപ്പെടുത്തുന്ന വചനമാണ്. നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി ഈ സഹോദര നിയോഗത്തിന് വേണ്ടി കർത്താവിൻ്റെ വചനം കടന്നു ചെന്ന് ഇവിടെ അത്ഭുത സൗഖ്യം ഉണ്ടാവാൻ, അത്ഭുത ഡെലിവറൻസ് ഉണ്ടാകാൻ, അത്ഭുത അഭിഷേകം ഒഴുകപ്പെടുവാൻ, ഇതുപോലുള്ള വേദനിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക്, അനേകം കുടുംബങ്ങളിലേക്ക് പരിശുദ്ധ വചനം ഇപ്പോൾ കടന്നു ചെല്ലുവാൻ, ഈ അൾത്താരയിൽ നിന്ന് കർത്താവിൻ്റെ വചനം ദേശാന്തരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ, വേദനിച്ച് തകർന്നിരിക്കുന്ന അനേകം ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ, വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ, വചനത്തിന്റെ കൃപ വ്യാപരിക്കട്ടെ. റിലീസ്. സൗഖ്യവും വിമോചനവും അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവിന്റെ വചനത്തിന്റെ അനന്ത ശക്തിയാണ് ഇപ്പോൾ ഈ സമയം ദൈവജനത്തിൽ സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു 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 കർത്താവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ഓ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ. സഹോദരങ്ങളെ, സൗഖ്യത്തിനായി ശ്രദ്ധിച്ച്, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച്, നിങ്ങൾ കർത്താവിൽ നിന്നൊരു സൗഖ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, വിമോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ, കാലത്തിന്റെ അഭിഷേകം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ച് ഈ പരിശുദ്ധ വചനം ഭക്ഷിക്കണം, നല്ലതുപോലെ ഭക്ഷിക്കണം. നമ്മൾ ഈ ആയുർവേദത്തിൽ പറയുന്നു, നിങ്ങൾ 101 ആവർത്തി അത് ചെയ്യുക, അല്ലെങ്കിൽ 51 ആവർത്തി ചെയ്യുക. ഇതുപോലെ ഓരോ ദിവസവും പല പ്രാവശ്യം, അനേക പ്രാവശ്യം
നമ്മൾ ഈ വചനം ഇങ്ങനെ ഭക്ഷിച്ച് വചനത്തിൽ വിശ്രമിക്കുമ്പോൾ, വചനത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോൾ സഹോദരങ്ങളെ, അത്ഭുതകരമായ ദൈവശക്തിയുടെ വ്യാപനം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. അവിടെ ഹീലിങ്ങും ഡെലിവറൻസും എല്ലാം സംഭവിക്കും. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുന്നതാണ് കർത്താവിൻ്റെ വചനം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുന്നു. കൊരിന്ത്യർക്കാർക്ക് ഇത് 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം വചനം. അവിടെ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യുക. ദൈവഭയത്തോടെ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ നേടുന്നു എന്നുള്ളതല്ല കാര്യം. ഈ ലോകം വിട്ട് നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ ഒരു മുട്ടുസൂചി വരെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ. ഒരു മുട്ടുസൂചി വരെ ഈ ലോകത്ത് നിന്ന് എടുത്തുകൊണ്ടു പോകാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കില്ല. അത്ര നശ്വരമാണ്, ക്ഷണികമാണ് എൻ്റെയും നിങ്ങളുടെയും ഈ ലോക ജീവിതം. നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ആത്മാവിൻ്റെ ആയുസ് ദൈവത്തിൻ്റെ ആയുസ്സാണ്. അത് നിത്യത മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഒരു മനുഷ്യാത്മാവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പിശാച് എന്ത് വില കൊടുത്തും ആത്മാക്കളെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത്, ആത്മാക്കൾക്ക് നാശം വരുത്തുന്നത്. പലപ്പോഴും നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിസാര സുഖങ്ങൾക്ക് വേണ്ടി, ചെടിക സുഖങ്ങൾക്ക് വേണ്ടി, ലോക സുഖങ്ങൾക്ക് വേണ്ടി, നശ്വരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, നൈമിഷികമായ ചില ഭോഗേച്ഛകൾക്ക് വേണ്ടി, ലോകത്തിന് താൽക്കാലികമായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, മനുഷ്യരുടെ കയ്യടിക്ക് വേണ്ടി, ലോകത്തെ പ്ലീസിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും കർത്താവിൻ്റെ വചനത്തെ കോംപ്രമൈസ് ചെയ്ത്, കർത്താവിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞ്, പരിശുദ്ധ വചനത്തെ നമ്മൾ അവഗണിച്ചുകൊണ്ട്, തിരസ്കരിച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അത് നമുക്ക് നാശമാണ്. ഇന്ന് അനേകരുടെ നാശത്തിന്റെ കാരണം അവർ കർത്താവിൻ്റെ വചനത്തെ തള്ളിക്കളയുന്നു. പരിശുദ്ധ വചനത്തെ അവർ നിരാകരിക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ നമ്മൾ ഓരോരുത്തരും നമുക്ക് തോന്നിയതുപോലെ മുന്നോട്ട് പോകുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുന്നു. അവിടെ പരിശുദ്ധ വചനത്തിനോ കർത്താവിൻ്റെ തിരുവെഴുത്തുകൾക്കോ യാതൊരു വിലയും പ്രാധാന്യവും പലപ്പോഴും നമ്മൾ കൽപ്പിക്കുന്നില്ല. സഹോദരങ്ങളെ, ഇതല്ലേ നമ്മുടെ നാശം, ഇതല്ലേ നമ്മുടെ തകർച്ച. പരിശുദ്ധ വചനം പറയാ, നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കണം. ഈ അന്ത്യനാളുകളിൽ നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഹോദരങ്ങളെ, ആത്മാവിനെ ശുദ്ധീകരിക്കണം. നമ്മുടെ കർത്താവ് പറഞ്ഞു, പരിശുദ്ധ വചനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്താ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ആ വചനം ശ്രദ്ധിച്ച്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തിന് നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയും. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വചനം, പരിശുദ്ധ വചനം, ഞാൻ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ വചനം വായിച്ചു ഭക്ഷിക്കുമ്പോൾ ഞാൻ ഭക്ഷിക്കുന്ന ഓരോ വചനവും എൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്ന് എൻ്റെ ആത്മാവിനെ കഴുകുകയാണ്, എൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയാണ്, എൻ്റെ ആത്മാവ് നിർമ്മലീകരിക്കുകയാണ്. സഹോദരങ്ങളെ, അത്രയും പവറാണ് കർത്താവിന്റെ വചനത്തിന്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആനന്ദത്തോടെ സ്തുതിച്ചേ. ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു. പരിശുദ്ധ വചനമേ, കർത്താവിന്റെ വചനമേ, ഞങ്ങൾ സ്തുതിക്കുന്നു. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു, വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സഹോദരങ്ങളെ? നമ്മൾ ഒരു ദിവസം പലപ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ലഞ്ച് കഴിക്കുന്നു, വീണ്ടും കാപ്പി കുടിക്കുന്നു, ചായ കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു, വീണ്ടും ഡിന്നർ കഴിക്കുന്നു, അത് അത്താഴം കഴിക്കുന്നു. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്? ശ്രദ്ധിക്കണം. നമ്മൾ
വെറും ഈ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അത് ആവശ്യമാണ് നമുക്ക്. അത് നമ്മൾ കൃത്യതയോടെ നമ്മൾ അത് ചെയ്യണം. എന്നാൽ അതിനേക്കാൾ എത്ര വിലപ്പെട്ടതാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മാവ്. നമ്മുടെ ആത്മാവിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ പോഷണത്തിന് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, ആത്മാവിൻ്റെ പുരോഗതിക്ക് വേണ്ടി, ആത്മാവിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ച ഈ വചനത്തെ നമ്മൾ നല്ലതുപോലെ ഭക്ഷിക്കണം. ഇത് കർത്താവിൻ്റെ ജീവനുള്ള വചസ്സുകളാ. നമുക്ക് നിത്യജീവൻ തരാൻ ശക്തിയുള്ള കർത്താവിന്റെ തിരുമൊഴികളാണ് പരിശുദ്ധ ബൈബിളിലുള്ളത്. സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കി നീ വചനം ഭക്ഷിക്കുമ്പോൾ, നീ വചനത്തിലേക്ക് വേരുറപ്പിക്കുമ്പോൾ, നീ പരിശുദ്ധ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ, നീ വചനത്തിൽ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ കഴുകുന്നു, നമ്മുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കുന്നു, നമ്മുടെ ആത്മാവിനെ അത് അഭിഷേകം ചെയ്യുന്നു. 81 സങ്കീർത്തനം 10-ാമത്തെ വചനം, 81:10 എന്താ സങ്കീർത്തന വചനം പറയുന്നത്? ദൈവമായ കർത്താവ് ഞാനാണ്, നീ വാ തുറക്കുക. എല്ലാവരും ഒന്നിച്ച് വിശ്വസിച്ച വചനം ഏറ്റു പറഞ്ഞ്, നീ വാ തുറക്കുക, നീ വാ തുറക്കുക. ഒന്നുകൂടി പറഞ്ഞ്, നീ വാ തുറക്കുക, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. സഹോദരങ്ങളെ, ഇത് കർത്താവിന്റെ പ്രോമീസാണ്, നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനമാണ്. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം. എൻ്റെ വചനം ഞാൻ നിനക്ക് തരാം, നീ എൻ്റെ വചനം ഭക്ഷിക്കുക. എന്താണ് കർത്താവിന് പറയാനുള്ളത്? സഹോദര, നീ ദുഃഖത്തിലാണോ? സഹോദരി, നീ കഷ്ടതയിലാണോ? നീ വലിയൊരു ആത്മീയമായ ഒരു പോരാട്ടത്തിലാണോ? നിന്റെ കുടുംബം ഇന്ന് കലുഷിതമാണോ? നിന്റെ മക്കൾ ഇന്ന് ദുഷിപ്പിലാണോ? എന്താ നിന്റെ അടിസ്ഥാന പ്രശ്നം? എന്താ നിന്റെ ദുഃഖ കാരണം? എന്തുമാവട്ടെ, പരിശുദ്ധ വചനം പറയുന്നു, നീ വാ തുറക്കുക, ഞാൻ നിനക്ക് എൻ്റെ വചനം തരാം. നീ എൻ്റെ വചനം ഭക്ഷിക്കുമ്പോൾ അത് നിന്നെ സ്വതന്ത്രമാക്കും, അത് നിന്നെ രക്ഷിക്കും, ആ വചനം നിന്നെ വിമോചിപ്പിക്കും, നിന്നെ സുഖപ്പെടുത്തും, നിന്നെ അനുഗ്രഹിക്കും, നിന്നെ അഭിഷേകം ചെയ്യും. നീ വാ തുറക്കുക, ഞാൻ നിനക്ക് എൻ്റെ വചനം തരാം. എത്ര പേർക്ക് കർത്താവിൻ്റെ വചനം വേണം? ഞാൻ ആത്മാർത്ഥമായി ചോദിക്കുക, എൻ്റെ കുടുംബത്തോട് ചോദിക്കുന്ന ആ സ്വാതന്ത്ര്യത്തോടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നമുക്ക് എത്ര പേർക്ക് കർത്താവിൻ്റെ വചനം വേണം? കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് വേണ്ടി നമ്മൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ള പരിശുദ്ധ വചനത്തിനായി നമ്മൾ എത്ര പേര് ദാഹിക്കുന്നുണ്ട്? സഹോദരങ്ങളെ, നമ്മുടെ ദാഹം കർത്താവിന്റെ വചനത്തോടായിരിക്കണം. നമ്മുടെ ആഗ്രഹം കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിന് വേണ്ടിയായിരിക്കണം, മറ്റൊന്നിനു വേണ്ടിയല്ല. നമ്മൾ അതിനൊക്കെ വേണ്ടി ആഗ്രഹിച്ചാൽ അതൊക്കെ വെറും നൈമിഷികമാണ്, താൽക്കാലികമാണ്. നീ വാ തുറക്കുക. വാ തുറക്കാൻ തയ്യാറാണോ? കർത്താവ് വചനം തരും, കർത്താവ് വചനം തരും. നമുക്ക് ഭക്ഷിക്കുവാൻ, തൃപ്തിയാവോളം ഭക്ഷിക്കുവാൻ, ദിനം തോറും ഡേ ബൈ ഡേ, ഓരോ ദിനവും നമുക്ക് വേണ്ട വചനങ്ങൾ കർത്താവ് തരും. നമ്മുടെ ആത്മാവിന് വേണ്ട വചനങ്ങൾ കർത്താവ് തരും. ജെറമിയ പ്രവചനം 15:16 വാ. എന്നെ ഒരുപാട് സ്വാധീനിച്ചൊരു വചനമാണത്. എന്താ പരിശുദ്ധ വചനം പറയുന്നത്? അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചു, ഉച്ചത്തിൽ വായിച്ചേ. വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. പറഞ്ഞേ, ഞാൻ അവ ഭക്ഷിച്ചു. ഞാൻ അവ ഭക്ഷിച്ചു. എന്തു ഭക്ഷിച്ചു? വചനങ്ങൾ ഭക്ഷിച്ചു. പറഞ്ഞേ, വചനങ്ങൾ ഭക്ഷിച്ചു. അല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, വചനങ്ങൾ ഭക്ഷിച്ചു. വചനങ്ങൾ ഭക്ഷിച്ചു. അവ എനിക്ക് ആനന്ദ അമൃതമായി. അവ എനിക്ക് ആനന്ദ അമൃതമായി. എന്റെ ഹൃദയത്തിന് സന്തോഷവും. എന്റെ ഹൃദയത്തിന് സന്തോഷവും. എന്റെ സഹോദരങ്ങളെ, എന്നെ ഒരുപാട് സ്വാധീനിച്ച പരിശുദ്ധ വചനമാണിത്. കർത്താവിന്റെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. ഓ ജീസസ്, ഞാൻ വചനം ഭക്ഷിച്ചു. ഞാൻ കർത്താവിന്റെ വചനം ഭക്ഷിച്ചു. ആരെല്ലാം വചനം ഭക്ഷിക്കുന്നുവോ, സമയം നോക്കാതെ, നേരം നോക്കാതെ, കാലം നോക്കാതെ, സാഹചര്യം നോക്കാതെ, ആരെല്ലാം ആനന്ദത്തോടെ, ആഗ്രഹത്തോടെ കർത്താവിന്റെ വചനം ഭക്ഷിക്കുന്നുവോ, അവരുടെ ജീവിതങ്ങളിൽ ആനന്ദത്തിന്റെ വലിയ തിമിർപ്പുണ്ടാകും. ആനന്ദത്തിന് വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകും. അതവിടെ പറയുന്നത്, അതെനിക്ക് ആനന്ദ അമൃതമായിട്ട് മാറി, എൻ്റെ ഹൃദയത്തിന് ആശ്വാസമായിട്ട് മാറി. നമുക്ക് ആ വരികളൊന്ന് പാടാം.
നിൻ വചനം ധ്യാനിച്ചപ്പോൾ ഹൃദയത്തോട് ചേർന്ന വരികളൊന്ന് പാടിക്കേ. പറ്റുന്നവരാ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച്, ഞാൻ കർത്താവിൻ്റെ വചനം ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി. ഞാൻ വചനം ഭക്ഷിച്ചു, ഞാൻ വചനം ഭക്ഷിച്ചു. നീ എല്ലാ ദിവസവും മോർണിംഗ് വചനം ഭക്ഷിക്കേ. വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വചനം ഭക്ഷിക്കേ, വീണ്ടും വചനം ഭക്ഷിക്കേ. ദിവസത്തിൽ അങ്ങനെ പല പ്രാവശ്യം നീ വചനം ഭക്ഷിച്ച് ഭക്ഷിച്ച് കർത്താവിന്റെ ശക്തിയിൽ നിറയുക, കർത്താവിന്റെ ആത്മാവിൽ നിറയുക. കാലഘട്ടത്തിന്റെ അഭിഷേകത്തിൽ നീ ജ്വലിക്കുന്ന ആത്മാവായി മാറുക. ജീസസ്, കർത്താവേ, അങ്ങ് വചനമയച്ച് അനേകം കെട്ടുകളെ പൊട്ടിക്കണമേ. വചനത്തിന്റെ ആനന്ദത്താൽ അനേകം ആത്മാക്കളെ മുദ്ര ചെയ്യണമേ. ബ്ലെസ്, അനോയിന്റ് ലോർഡ്. കരങ്ങളൊന്ന് കോർത്തു പിടിച്ച്, എല്ലാവരും കരങ്ങൾ കോർത്തു പിടിച്ച് സ്നേഹത്തോടെ, നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആനന്ദിക്കും. നിൻ വചനം ആമേ ഹൃദയം ആനന്ദിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. ഈശോയേ, താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി. കർത്താവിന്റെ വചനം, പരിശുദ്ധ വചനം. ആമേൻ. ദീപമതായി മൊഴികൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു. എന്റെ ആത്മാവിന്റെ പോഷണമായ, എന്റെ ആത്മാവിന്റെ ഭോജനമായ കർത്താവിന്റെ വചനം ഞാൻ ഭക്ഷിച്ചു. ഞാൻ വചനം ഭക്ഷിച്ചു, ഞാൻ വചനം ഭക്ഷിച്ചു, ഞാൻ വചനം ഭക്ഷിച്ചു. അതെനിക്ക് ആനന്ദ അമൃതമായി മാറി. എന്റെ ഹൃദയത്തിന് എന്തെന്നില്ലാത്തൊരു ആശ്വാസം, വലിയൊരു സ്വസ്ഥത കർത്താവിന്റെ വചനം എനിക്ക് സമ്മാനിച്ചു. എന്റെ സഹോദരങ്ങൾ, അത്രയും പ്രഷ്യസ് ആ വചനം. ഇത് കാലഹരണപ്പെട്ടു പോയ വാക്കുകളല്ല, ഇത് ജീവനുള്ള ദൈവത്തിന്റെ വചനങ്ങളാണ്. നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന വചനം, നിന്നെ വിമോചിപ്പിക്കാൻ കഴിയുന്ന വചനം, നിനക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യാൻ കഴിയുന്ന വചനം, കർത്താവിന്റെ വചനം. കളിയാക്കരുത്, പുച്ഛിക്കരുത്, തമാശയ്ക്ക് പോലെ വചനം ഉദ്ധരിച്ച് നീ സംസാരിക്കരുത്. വചനത്തെ മാനിക്കുക, പ്രമാണിക്കുക, വചനത്തെ ആദരിക്കുക. വചനം നിന്നെ ആദരിക്കും. ഈ പുസ്തകത്തെ നമ്മൾ ചുമന്നാൽ, ഈ പുസ്തകം നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മെ ചുമക്കും. അത് നമ്മെ ചുമക്കും. വചനം നമ്മെ ചുമക്കും. അത് നമ്മെ വഹിക്കും. എന്തൊരു ആനന്ദമാണ്, എന്തൊരു അനുഭവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു കോൾ വരും, നമുക്കൊന്ന് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവേ നന്ദി. നിങ്ങൾ പറഞ്ഞതുപോലെ ആ നമ്പറിൽ നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങൾ അയക്കുക. എന്ത് നിയോഗങ്ങളോ, പ്രത്യേകിച്ച് വചനത്തിൽ വളരാൻ, വചനശക്തി അനുഭവിക്കാൻ, വചനത്തിലൂടെ സൗഖ്യവും ഡെലിവറീസ് ഉണ്ടാകാൻ, വചനാഭിഷേകത്താൽ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, തലമുറകളൊക്കെ പൂരിതമാകാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. സഹോദരി പറഞ്ഞോ. ഹലോ. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞോ. ഹലോ, കേൾക്കാമോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. വചനത്തിൽ കൂടുതൽ വളരാനും, വചനം വായിക്കാനും, വചനം പറയാനും. കർത്താവ് അതിനുള്ള കൃപ തരും കേട്ടോ. നമുക്ക് ആകെ അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് ലഭിക്കും. അപ്പം കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, വചന അഭിഷേകത്തിന് വേണ്ടി, വചനത്തിൻ്റെ ആത്മാവിൽ നിറയാൻ വേണ്ടി സഹോദരിങ്ങൾ ഹൃദയം തുറന്ന് ചോദിച്ചോ, കർത്താവ് അത് പ്രദാനം ചെയ്യും. കർത്താവ് വിശ്വസ്തനാണ്. സഹോദരിയെ പോലെ ഒത്തിരി പേര് വചനത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ വചനാഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്.
വചനം ഭക്ഷിച്ച് ഭക്ഷിച്ച് വചനത്തിന്റെ പവറായി, വചനത്തിന്റെ ഫയറായി മാറാൻ ആയിരക്കണക്കിന് വ്യക്തികൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഈ നിയോഗങ്ങളെ സമർപ്പിച്ച കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ശക്തമായി നമ്മൾ സ്തുതിക്കാൻ പോവാണ്. കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. പരിശുദ്ധ വചനത്തിന്റെ തീ ഇറങ്ങുകയാണ്. വചനത്തിന്റെ കാറ്റടിക്കാൻ പോവാണ്. വചനശക്തി വ്യാപരിക്കാൻ പോവാണ്. നമ്മുടെ ആത്മാവിന്റെ പോഷണമായ, നമ്മുടെ ആത്മാവിന്റെ ബോധനമായ കർത്താവിന്റെ വചനം ഇത് അനേകം ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. അനേകം ഭവനങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുന്നു. അനേകം തലമുറകളിലേക്ക് അത് വ്യാപരിക്കുന്നു. ദേശങ്ങളിലേക്ക് അത് കടന്നു ചെല്ലുന്നു. രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നു. ഭൂഖണ്ഡങ്ങളിലേക്ക്, ലോകരാജ്യ തലവന്മാരിലേക്ക്, എല്ലാ ജനപദങ്ങളിലേക്കും ഇതാ കർത്താവിന്റെ വചനം കടന്നു ചെല്ലുന്നു. പരിശുദ്ധ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി, യേശുവേ വചനാഭിഷേകം, വചനാഭിഷേകം തരണമേ, വചന ശക്തി തരണമേ, വചനത്തിന്റെ ആത്മാവിനാൽ മുദ്ര ചെയ്യണമേ. പരിശുദ്ധ വചനത്തിന്റെ മാധുര്യം അനുഭവിക്കുക. ഹൃദയങ്ങളെ തുറക്കണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആനന്ദം, ആനന്ദം. അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. കൃപൊഴുകട്ടെ, 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 കൃപൊഴുകട്ടെ. വചനം തരുന്ന ശക്തി, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവ്. ആ വരികൾ പാടി ഒന്നിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കരമടിച്ച് കരമടിച്ച് പാടിക്ക്. പോരാ, ശക്തിയോടെ കർത്താവേ വചനാഭിഷേകം തന്ന്, വചന തീ തന്ന്, വചനത്തിന് മുദ്ര തന്ന്, വചനത്തിന്റെ ആത്മാവിനാൽ ഞങ്ങൾ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമടിച്ച് ഒരു മനസ്സോടെ പാടുന്നു. ആമേൻ. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, ആമേൻ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. ഒഴുകട്ടെ, പരിശുദ്ധ വചനത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. കാര്യങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് ചേർത്ത് പാടുകേ. ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വലിയ സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരസ്പരം അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തുകൊണ്ട് പറഞ്ഞേ, ആനന്ദത്തോടെ വചനം ഭക്ഷിക്കുക, വചനം ഭക്ഷിക്കുക. പറഞ്ഞേ, ആനന്ദത്തോടെ വചനം ഭക്ഷിക്കുക, ആനന്ദത്തോടെ വചനം ഭക്ഷിക്കുക. വചനത്തിന്റെ തീയാവും നീ, വചനത്തിന്റെ തീയാവും നീ. സഹോദരങ്ങളെ, നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. നമ്മുടെ ആത്മാവിന്റെ പോഷണമാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ പിശാചുരുക്കുന്ന കെണി. നമ്മുടെ ആത്മാക്കൾക്ക് നാശം വരുത്തുവാൻ സാത്താൻ വിരിക്കുന്ന കെണികള്, ചതികള്, അവൻ്റെ പ്രലോഭനങ്ങൾ, അവൻ്റെ ആധിപത്യങ്ങൾ, അവൻ്റെ എല്ലാവിധത്തിലുള്ള തന്ത്രങ്ങളിൽ നിന്നും കർത്താവിൻ്റെ വചനം നമ്മളെ പരിരക്ഷിക്കുന്നു. നമ്മുടെ ആത്മാവിനൊരു കോട്ടം വരുത്താതെ അത് കൃപയോൽ നമ്മുടെ ആത്മാവിനെ സൂക്ഷിക്കുകയാണ്. നമ്മുടെ ആത്മാവിൻ്റെ പോഷണമാണ്. നന്നായി വചനം ഭക്ഷിക്കണം, നന്നായി വചനം ഭക്ഷിക്കണം. നമ്മൾ എന്തുമാത്രം വചനം ഭക്ഷിക്കുന്നുവോ അത്രമാത്രം നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടും. കർത്താവിൻ്റെ സാന്നിധ്യം, അവൻ്റെ ശക്തി, കർത്താവിൻ്റെ ഗ്ലോറി, കർത്താവിൻ്റെ പരിശുദ്ധി, അവൻ്റെ സ്നേഹം, വിശ്വസ്തത, കാരുണ്യം, ഇതെല്ലാം അനുഭവിക്കുവാൻ ഈ പരിശുദ്ധ വചനം നമ്മെ പ്രാപ്തരാക്കും. പത്രോസിലേക്ക് സത്യമാണ് സഭയെ പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 2-ാം അധ്യായം 2-ാമത്തെ വചനം. 1 Peter chapter 2 verse 2. 2:2 എന്താ പറയുന്നത്? രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. നിങ്ങൾ ദാഹിക്കുവിൻ. ശ്രദ്ധിച്ചേ വചനം. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നമ്മുടെ ആത്മാവ്, ശ്രദ്ധിച്ച്, നമ്മുടെ ആത്മാവ് കർത്താവിന് നിത്യമായ രക്ഷയിൽ ദിനംതോറും വളരുവാൻ ഇളം പൈതങ്ങളെ പോലെ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിന് വേണ്ടി ദാഹിക്കുവനെന്ന് ആത്മാവ് തിരുവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ദാഹിക്കണം ഇളം പൈതങ്ങളെ പോലെ. അമ്മിഞ്ഞ പാലിനു വേണ്ടി, ആ മുലപ്പാലിനു വേണ്ടി ആ ഇളം പൈതങ്ങൾ ദാഹിച്ച് അവർ കരയുന്നത് പോലെ രക്ഷയിൽ വളർന്നു വരുവാൻ
ആത്മാവിൽ വളരുവാൻ, വചനത്തിൽ വളരുവാൻ, കൃപയിൽ വളരുവാൻ, വിശുദ്ധിയിൽ വളരുവാൻ, സ്നേഹത്തിൽ വളരുവാൻ. സഹോദരങ്ങളെ, കർത്താവിന്റെ വചനത്തിന് വേണ്ടി ദാഹിക്കണം നമ്മൾ. എന്തൊരു ഇത്രമാത്രം മാധുര്യമുള്ളൊരു വചന സഹോദരങ്ങളെ. അനുദിനവും രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് ഇളം പൈതങ്ങളെ പോലെ ആത്മീയ പാലിനു വേണ്ടി. എന്താ ഈ പാല്? അത് വേർഡ് ഓഫ് ഗോഡ് ആണ്, ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങൾ അതിനായി ദാഹിക്കുവിൻ. വീണ്ടും പരിശുദ്ധ വചനം നമ്മുടെ ആത്മാവിൻ്റെ പോഷണമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ഭോജ്യമാണ്. പരിശുദ്ധ കുർബാന വലിയ മറ്റൊരു പോഷണമാണ്. കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണം, എൻ്റെ രക്തം യഥാർത്ഥ പാനീയം. അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിനുള്ള പോഷണമാണ് കർത്താവിൻ്റെ വചനം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 4-ാം വചനത്തിൽ എന്താണ് ആത്മാവ് പറയുന്നത്? അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഈ നശ്വരമായ അപ്പം കൊണ്ട് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഇസ് എ വേർഡ് ഓഫ് ഗോഡ്. അതാണ് റേമ, ദൈവത്തിൽ നിന്ന് വരുന്ന വചനം. ആ വചനം നമ്മളെ ജീവിപ്പിക്കും. ആ വചനം നമ്മളെ കരുത്തുള്ളവരാക്കും. റേമ, കർത്താവിൽ നിന്ന് വരുന്ന ഓരോ വചനവും നമ്മളെ ഉണർവുള്ളവരാക്കും, നമ്മളെ അഭിഷേകമുള്ളവരാക്കും, കൃപയുള്ളവരാക്കും. സഹോദരങ്ങളെ, നമ്മൾ വെറും ഈ ലോകത്തിൻ്റെ നശ്വരമായ, അതുകൊണ്ടാണ് വചനം വലിയ ഭക്ഷണമാണ്. ശ്രദ്ധിച്ചത് നിങ്ങൾ? കർത്താവിൻ്റെ വചനം വലിയ വിരുന്നാണിത്. നല്ല ന്യൂട്രീഷൻ ഫുഡാണിത്. ഇത് നമ്മൾ തള്ളിക്കളയരുത്, നിരാകരിക്കരുത്, അറിയാതെ പോകരുത്. നന്നായി എല്ലാ ദിവസവും നല്ലതുപോലെ നിങ്ങൾ വചനം ഭക്ഷിക്കണം. വചനം ഭക്ഷിക്കണം. നമ്മൾ ജീവിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയിലായിരിക്കണം. അപ്രകാരമുള്ള കുറെ ജീവിതങ്ങളെ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യമുണ്ട്. സഹോദരങ്ങളെ, ഈ യുഗാന്ത സഭയിൽ ഇപ്രകാരമുള്ള ആത്മാക്കൾ ജ്വലിക്കണം കർത്താവിന്, സഭയ്ക്കും വേണ്ടി. അതിനായി നമ്മൾ വില കൊടുക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ ഈശോ പറഞ്ഞു, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. കണ്ട്, കർത്താവിൻ്റെ ഓരോ വചനവും ജീവനാണ്. സഹോദരങ്ങളെ, അത് ആത്മാവിൻ്റെ വളർച്ചയാണ്. ആത്മാവിന് പുതുജീവനാണ് ഈ പരിശുദ്ധമായ വചനം. അതുകൊണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണത്. 16-ാം അധ്യായം, ദ ബുക്ക് ഓഫ് വിസ്ഡം, ചാപ്റ്റർ 16, അവിടെ 25-26 വചനങ്ങളിൽ എന്താണ് പരിശുദ്ധാത്മ നമ്മളെ പഠിപ്പിക്കുന്നത്? ആ വചനം ശ്രദ്ധിച്ച്. ജ്ഞാനം 16-ാം അധ്യായം 25-26 വചനങ്ങളിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. കർത്താവേ, വിവിധ തരം ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടി. എന്താണ്? ഒന്നുകൂടി വായിച്ച്. കർത്താവേ അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത്. കണ്ടോ? കർത്താവെ, അങ്ങേ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത്, അവരെ പുലർത്തുന്നത്, അവരെ വളർത്തുന്നത്, അവരുടെ ജീവൻ നിലനിർത്തുന്നത് വിവിധ തരങ്ങൾ ധാന്യവിളകളല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പോലെ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ഈ ലോകത്തിൻ്റെ നശ്വരമായ ആഹാര പദാർത്ഥങ്ങളല്ല. യഥാർത്ഥത്തിൽ നിലനിർത്തുന്നത്, പോറ്റുന്നത്, വളർത്തുന്നത് പിന്നെന്താണ്? അങ്ങയുടെ വചനമാണെന്ന്, കർത്താവിന്റെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എന്നെയും നിങ്ങളെയും പോറ്റി വളർത്തുന്ന എന്താണ്? കർത്താവിന്റെ വചനമാണ്. അതാണ് നമ്മുടെ പോഷണം. ഏറ്റവും ബെസ്റ്റ് ന്യൂട്രീഷൻ ഫുഡ്, ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ല ഉത്തമമായ ആഹാരം, എല്ലാവിധത്തിലും ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള സമീകൃത ആഹാരമാണ് കർത്താവിൻ്റെ വചനം. അത് നന്നായി ഭക്ഷിക്കണം. അവ ഞാൻ ഭക്ഷിച്ചപ്പോൾ അത് ആനന്ദ അമൃതമായി. എൻ്റെ സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 104-ാമത്തെ ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ്. എന്താ കത്തോലിക്ക സഭ പറയുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ സഭ നിരന്തരം
തൻ്റെ പോഷണവും ശക്തിയും കണ്ടെത്തുന്നു. കാരണം വിശുദ്ധ ഗ്രന്ഥത്തെ വെറും മാനുഷിക വചനമായിട്ടല്ല സഭ സ്വീകരിക്കുന്നത്. പ്രത്യുത അത് യഥാർത്ഥത്തിൽ ആയിരിക്കുന്നത് പോലെ ദൈവ വചനമായിട്ടാണ്, ദൈവത്തിൻ്റെ വചനമായിട്ടാണ്, ദൈവത്തിൻ്റെ വചനമായിട്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, നമ്മുടെ ആത്മാവിൻ്റെ പോഷണമായ പരിശുദ്ധ വചനത്തെ നന്നായി ഭക്ഷിക്കണം. പ്രഭാതത്തിൽ ഭക്ഷിക്കണം, കുറച്ച് വീണ്ടും ഒരു 1.5-2 മണിക്കൂർ വീണ്ടും ഭക്ഷിക്കണം, വീണ്ടും കുറച്ച് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വീണ്ടും എപ്പോഴും നമ്മുടെ കയ്യിൽ പരിശുദ്ധ ബൈബിൾ ഉണ്ടാകണം. എപ്പോഴൊക്കെ നിങ്ങൾ തുറക്കണം, വായിക്കണം, ഭക്ഷിക്കണം, നന്നായി ഭക്ഷിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് എന്നെ പുഷ് ചെയ്യുന്ന, എന്നെ ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുക, എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി വചനം ഭക്ഷിക്കുക. എൻ്റെ വചനം ഭക്ഷിക്കുവാൻ എൻ്റെ ജനത്തോട് ആവശ്യപ്പെടുക. ദൈവവചനത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുവാൻ എൻ്റെ ജനത്തെ ഒരുക്കുക. ഈ യുഗാന്ത സഭയിൽ സാത്താൻ പ്രബലപ്പെട്ടിരിക്കുന്ന ഈ നാളുകളിൽ, പാപമ്ലേച്ഛത അതുപോലെ വർദ്ധിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ജനത്തിനെ കരുത്തു പകരുവാൻ, എൻ്റെ വചനങ്ങൾ പ്രമാണിക്കുവാൻ, എൻ്റെ കൽപ്പനകളോട് അനുസരണമുള്ളവരാകുവാൻ എൻ്റെ ജനത്തെ പരിശീലിപ്പിക്കുക. നിരന്തരം ഹോളി സ്പിരിറ്റ് ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവുക സഹോദരങ്ങളെ. എനിക്ക് മാത്രം ഇതുപോലുള്ള പല ശുശ്രൂഷകർക്കും ഞാൻ അടുത്ത ദിവസം ബഹുമാനപ്പെട്ട വട്ടാലിച്ചനോട് സംസാരിച്ചു. വട്ടാലിച്ചൻ പറഞ്ഞു, അതുകൊണ്ട് സെപ്റ്റംബർ 1 മുതൽ 7 വരെ നമ്മുടെ സെക്കൻഡ് ന്യൂസിലൂടെ വിശ്വാസത്തിൻ്റെ വാതിൽ എന്നുള്ള പേരിൽ ബഹുമാനപ്പെട്ട സൈബർക്കം വട്ടാലിച്ചൻ ആത്മീയ നേതൃത്വത്തിൽ 7 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു അഭിഷേക ശുശ്രൂഷ നടത്തപ്പെടുകയാണ്. കണ്ട് അതിൻ്റെ പോസ്റ്റർ നിങ്ങൾ നോക്കി, വിശ്വാസത്തിൻ്റെ വാതിൽ. ബഹുമാനപ്പെട്ട ബിനോയ്ച്ചനുണ്ട്, സിസ്റ്റർ എയ്മി ഉണ്ട്, അതുപോലെ നമ്മൾ ടീമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ കരുണയാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാണ് 23-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തകനായ ദാവീദ് പറയുന്നുണ്ട്, 2-ാം വചനത്തിൽ എന്താ പറയുന്നത്? പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. എൻ്റെ കർത്താവ് എന്നെ നയിക്കുന്നു. ഈ പച്ചയായ പുൽത്തകിട് എന്താ? അത് കർത്താവിൻ്റെ നിർമ്മലമായ വചനങ്ങളാണ്, പരിശുദ്ധ വചനമാണ്. സഹോദരങ്ങളെ ശ്രദ്ധിച്ച് നമ്മൾ കർത്താവിൻ്റെ വചനത്തിൽ വിശ്രമിക്കുക, പരിശുദ്ധ വചനത്തിൽ റെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ച്, വചനത്തിൽ ആരെല്ലാം വിശ്രമിക്കുന്നുവോ അവർ കർത്താവിനെ കണ്ടുമുട്ടും. യെസ്, അവർക്ക് യേശുവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകും. ആരെല്ലാം വചനത്തിൽ നിരന്തരം വിശ്രമിക്കുന്നുവോ, വചനത്തിൽ ആയിരിക്കുന്നുവോ, അവർ കർത്താവിൻ്റെ ഗ്ലോറി അനുഭവിക്കാൻ, ഹോളിനെസ് അനുഭവിക്കാൻ, കർത്താവിൻ്റെ വിശ്വസ്തത അനുഭവിക്കുവാൻ, കർത്താവിൻ്റെ റിയൽ പ്രസൻസ് അനുഭവിക്കുവാൻ, കർത്താവിനോട് കൂടെ നടക്കുവാൻ അവർക്ക് സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സോങ് ഓഫ് സോങ്സിൽ, ഉത്തമഗീത പുസ്തകത്തിൽ മണവാട്ടി തൻ്റെ മണവാളനോട്, ആരാ നമ്മുടെ മണവാളൻ? നമ്മുടെ കർത്താവാണ്. കർത്താവിൻ്റെ മണവാട്ടി കർത്താവിൻ്റെ സഭയാണ്. ആരാണ് സഭ? ദൈവത്തിൻ്റെ ജനമാണ് സഭ. നമ്മൾ ഓരോരുത്തരുമാണ് സഭ. അപ്പോൾ ഉത്തമഗീത പുസ്തകത്തിൽ മണവാട്ടി പറയാണ്, 2-ാം അധ്യായം 16-ാം വചനം, എൻ്റെ ആത്മനാഥൻ എന്റേതാണ്, ഞാൻ അവൻ്റേതും, അവൻ തൻ്റെ ആട്ടിൻപറ്റത്തെ. ശ്രദ്ധിക്കുക സഹോദരങ്ങൾ, ആ വചനത്തിൽ ഒരു നിങ്ങൾ ശ്രദ്ധിച്ച്, 2-ാം അധ്യായത്തിലെ 2-ാം അധ്യായം 2 അല്ല, അവിടെ ചാപ്റ്റർ 1 ആണ്. 1-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനമാണ്. എൻ്റെ പ്രിയനെ നീ എത്ര സുന്ദരൻ. വായിച്ച പോലെ അതെ, സുന്ദരൻ തന്നെ. അതെ, സുന്ദരൻ തന്നെ. നമ്മുടെ കർത്താവ് 10,000 സൂര്യനേക്കാൾ തേജസ്സുള്ളവരാണ്, അതിസുന്ദരനാണ്. 10,000-ങ്ങളെക്കാളും അതിസുന്ദരനാണ് നമ്മുടെ കർത്താവ്. മണവാട്ടി പറയാണ്, നീ സുന്ദരൻ തന്നെ. വീണ്ടും നമ്മുടെ ശയ്യാതലം ഹരിത മനോഹരമാണ്. ശയ്യാതലം, നമ്മൾ വിശ്രമിക്കുന്ന ആ ശയ്യ ഹരിത മനോഹരമാണ്, നല്ല പച്ചപ്പുള്ളതാണ്. പല ബൈബിൾ പണ്ഡിതന്മാർ പറയും ദൈവവചനത്തിൻ്റെ പച്ചപ്പാണ്. നമ്മൾ വചനത്തിൽ വിശ്രമിക്കുന്നവരാകണം, ദൈവവചനത്തിൽ റെസ്റ്റ് ചെയ്യുന്നവരാണ്. ശ്രദ്ധിച്ച്, നമ്മൾ ആരെല്ലാം പരിശുദ്ധ വചനത്തിൽ വിശ്രമിക്കുന്നുവോ അവിടെ ആത്മാവ് വലിയ ഫലം പ്രാപിക്കും. അവർ കർത്താവിനെ കണ്ടുമുട്ടും, കർത്താവിനോട് കൂടെ നടക്കാൻ സാധിക്കും, കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. അപ്രകാരമുള്ള ആത്മാക്കളെ നിത്യനാശത്തിലേക്ക് കൊണ്ടുപോകാൻ എളുപ്പം കൊണ്ട് പിശാചിന് സാധിക്കില്ല. ഈ സത്യം മനസ്സിലാക്കി ആത്മാവിൻ്റെ പോഷണമായ കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച്
പരിശുദ്ധ വചനത്തിലേക്ക് വേരൂന്നി പരിശുദ്ധ വചനം ഭക്ഷിച്ച് ദിവസത്തിൽ പല പ്രാവശ്യം സ്നേഹത്തോടെ ആനന്ദത്തോടെ വചനം ഭക്ഷിച്ച് നമ്മുടെ ആത്മാവ് കരുത്തുള്ള, കൃപയുള്ള, വിശുദ്ധിയുള്ള, അഭിഷേകമുള്ള ആത്മാവായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് ഒന്ന് എഴുന്നേറ്റ് നിന്ന്, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കുമ്പോൾ ആയിരക്കണക്കിന് സഹോദരങ്ങളാണ് പ്രാർത്ഥന നിയോഗങ്ങൾ. ഇവിടെ 1 മണിക്കൂർ ശുശ്രൂഷയാണ്. നമുക്കത് വായിക്കാനും ഡിസ്പ്ലേ ചെയ്യാനും ഒന്നും അധികം സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് നിയോഗങ്ങളെല്ലാം കർത്താവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം. പരിശുദ്ധ വചനത്തിന്റെ തീ ഇറങ്ങട്ടെ, വചനത്തിന്റെ കാറ്റടിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ വചനത്തിന്റെ അഭിഷേകം ഇറങ്ങി ചെല്ലുന്ന സമയം, നമ്മുടെ മക്കളിലേക്ക് വചനത്തിന്റെ കാറ്റ് വീശുന്ന സമയം, തലമുറകളിലേക്ക് വചനാഭിഷേകം വ്യാപരിക്കുന്ന സമയം, പരിശുദ്ധാത്മ വചനത്തിന്റെ ആത്മാവായി വെളിപ്പെടുന്ന സമയം. എല്ലാവരും കരങ്ങൾ ഉയർത്തി കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. മക്കളെ, കർത്താവേ, എനിക്ക് വചനത്തിന്റെ അഭിഷേകമാണ്. വചനം ഭക്ഷിക്കുവാൻ ആഗ്രഹം തന്നെ. വചനം മുറുകെ പിടിക്കുവാൻ, വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തിൽ വിശ്രമിക്കുവാൻ, പരിശുദ്ധ വചനത്തിൽ വിശ്രമിക്കുവാൻ, വചനത്തിൽ റെസ്റ്റ് ചെയ്യുവാൻ, അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിനെ പിൻപറ്റുവാൻ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഒറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, സ്തുതിക്കുന്നു. പരിശുദ്ധ വചനത്തിന് അനന്ത കൃപ ആയിരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ദൈവവചനത്തിന് അനന്ത ശക്തി 10,000ങ്ങളിലേക്ക് ചലിക്കട്ടെ. കർത്താവിന്റെ വചനമേ കടന്നു ചെന്ന് എല്ലാ പൈശാചിക കുരുക്കുകളും അടിക്കണം. സാത്താന്യ കെട്ടുകളെ പൊട്ടിക്കണമേ. അന്ധകാര പോരുകളെ തകർക്കണമേ. ഇരുട്ടിന് വ്യാപാരങ്ങളെ ചിതറിക്കണമേ. ആത്മാക്കളെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക പിടികളെ ഒടിച്ചു കളയണമേ. വചനമേ, കർത്താവിന്റെ വചനമേ. സ്തുതിക്കുന്നു. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. നന്ദി കർത്താവേ. എല്ലാ നിയോഗങ്ങളെയും കർത്താവിന് കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ വചനത്തിന്റെ ശക്തിയാൽ മുദ്ര വെച്ച് അവിടുന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ വചനമയച്ച് വിശുദ്ധീകരിക്കണമേ. തലമുറകളെ വചനമയച്ച് സുഖപ്പെടുത്തണമേ. വചനമയച്ച് ഓരോ വ്യക്തി ജീവിതത്തെ അനുഗ്രഹിക്കണമേ. ലോർഡ് ബ്ലെസ്, അനോയിന്റ് in the name of Jesus. In Jesus name. പരിശുദ്ധ അമ്മ മാതാവേ, ശൗസേ പിതാവേ, സകല വിശുദ്ധരെ മലാക്കമാരെ ഞങ്ങൾക്കായി, എല്ലാ നിയോഗങ്ങൾക്കായി, തിരുസഭയ്ക്കായി, ഞങ്ങളുടെ കുടുംബങ്ങൾക്കായി, ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. സഹോദരങ്ങളെ, നമുക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കാം. 2 ദിനങ്ങൾ പിന്നിടുകയാണ്. 8 ദിവസങ്ങൾ ഈ ശുശ്രൂഷയുടെ ബന്ധത്തിൽ സ്വർഗം നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങൾ അനേകരോട് പറയണം, മടി വിചാരിക്കരുത്. അത് വലിയൊരു സുവിശേഷ വേലയാണ്, പ്രേക്ഷിത ശുശ്രൂഷയാണ്. അന്ത്യകാല പ്രേക്ഷിതരായി ആ പ്രേക്ഷിത ചൈതന്യത്തിൽ ഇവിടുന്ന് ചെക്കന് നയിക്കുന്ന പോസ്റ്ററുകൾ, ഈ ശുശ്രൂഷയുടെ ലിങ്കുകൾ നിങ്ങൾ 100 കണക്കിന് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം ഈ അന്ത്യനാളുകളിൽ പരിശുദ്ധ വചനത്തിൻ്റെ ശക്തിയും അതിൻ്റെ മഹത്വവും സമ്പന്നതയും മനസ്സിലാക്കി വചനത്തിൽ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് കുടുംബമായി കടന്നു വന്ന് നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾ വിലപ്പെട്ട പ്രാർത്ഥന ചോദിക്കുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ടീം ഷെക്കേനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഷെക്കേന ഈ ന്യൂസ് മീഡിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ സമയമൊക്കെ കിട്ടുമ്പോൾ ഇങ്ങോട്ട് വരണം. ദൈവം ചെയ്ത് ഈ പ്രവർത്തികൾ നിങ്ങൾ കാണണം. ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പ്രാർത്ഥന നമുക്ക് ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് ആവശ്യമുണ്ട്. ഒത്തിരി പ്രാർത്ഥന ആവശ്യമുണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ ഒരു സ്വർഗസ്സനായ ഒരു നിലനിർന്ന മറയിൽ ചൊല്ലി ശുശ്രൂഷ നിങ്ങൾ ബലപ്പെടുത്തുക. അപ്പോൾ നമുക്ക്
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് നമ്മുടെ സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒത്തിരി പ്രാരാബ്ധങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇതൊരു പബ്ലിക് മീഡിയ ആയതുകൊണ്ട് നമുക്ക് ഓരോന്ന് എണ്ണി പറയാൻ പറ്റത്തില്ല. ഒരുപാട് മാനസിക പ്രയാസം അതിൻ്റെ പേരിൽ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം, ഒരുപാട് ക്ലേശത്തിൻ്റെ കാലമാണ് നമുക്കെല്ലാവർക്കും. ആ ഒരു ക്ലേശം കർത്താവിൻ്റെ മിനിസ്ട്രികളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന നിങ്ങൾ അത് സന്തോഷത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് കൊടുക്കണം. എൻ്റെ സഹോദരങ്ങളെ, ഭാരിച്ച ഒരുപാട് ആവശ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. പല പേയ്മെൻറ്റുകൾ കൊടുത്ത് വീട്ടണം, പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ അതിൻ്റെ ഉള്ളിലെ വയറിങ്ങും അതിൻ്റെ പെയിൻറ്റിങ്ങും ഒക്കെ നടക്കുകയാണ്. നമ്മുടെ ക്യാൻറ്റീൻ വർക്കുകൾ അത് പൂർത്തീകരിക്കണം. നമ്മൾ പലരും അതിനുവേണ്ടി പലരും സഹായിച്ചു. ഒത്തിരി നന്ദിയുണ്ട് സഹോദരങ്ങളെ. ഇനി നിങ്ങൾ സഹായിക്കാൻ താല്പര്യമുള്ളവർ, കർത്താവ് പ്രേരിപ്പിക്കുന്നവരെ നിങ്ങൾ മനസ്സ് കാണിച്ച് ഈ ശുശ്രൂഷയെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ട ഡീറ്റെയിൽസുകളെല്ലാം ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഉപേക്ഷ വിചാരിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഷെക്കന ന്യൂസിൽ നിന്നൊരു പുതിയൊരു ശുശ്രൂഷ, അതൊരു ഗ്ലോബൽ ഒരു ഇംഗ്ലീഷ് ന്യൂസ് ഡെസ്ക് ആരംഭിക്കുകയാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ഇതാ ഷെക്കന ന്യൂസ്, അത് ഷെക്കന ഗ്ലോബൽ ന്യൂസാണ്. അത് ലോകവ്യാപകമായി നമുക്കറിയുന്ന സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഒത്തിരി മീഡിയകളില്ല പ്രിയപ്പെട്ടവരെ. സാർവത്രിക സഭയിലെ ലോകവ്യാപകമായി നമ്മുടെ വിശ്വാസത്തെ കാക്കുവാനും നമ്മുടെ വിശ്വാസത്തെ ഉയർത്തുവാനും നമ്മുടെ ക്രൈസ്തവ സമൂഹങ്ങളെ ബലപ്പെടുത്തുവാനുമായിട്ട് ഒത്തിരി ഇതുപോലുള്ള മീഡിയാസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷിലും ഇതുപോലുള്ള ശുശ്രൂഷകളൊക്കെ വരേണ്ട ആവശ്യങ്ങളുണ്ട്. അതൊരു എളിയൊരു സംരംഭമാണ്. നമ്മൾ ഒരു ന്യൂസ് ഡെസ്ക്, ഇംഗ്ലീഷിലൊരു ന്യൂസ് ഡെസ്ക് ആരംഭിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. വിദേശത്തുള്ള പുറത്തുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങളൊക്കെ നിങ്ങൾ ഈ വിവരം അറിയിക്കണം. എല്ലാവരും ഈ ശുശ്രൂഷ സഭയ്ക്കും സമൂഹത്തിനും ലോകത്തിനും ബ്ലെസ്സിങ് ആയി മാറാൻ നിങ്ങളെ പ്രാർത്ഥന ചോദിക്കുകയാണ്. മറ്റ് അതിൻ്റെ ഡീറ്റെയിൽസുകൾ തുറന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി നിങ്ങൾക്ക് ഞാനത് അപ്ഡേറ്റ് ചെയ്തു തരാം. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കർത്താവിൻ്റെ സഭയെ പടുത്തുയർത്താം. എല്ലാവരും ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.